ഇപ്പോൾ നാം ശ്രവിക്കുവാൻ വേണ്ടി പോകുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സ്റ്റാലിൻ ദാസ്, തിരുവനന്തപുരം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം ധ്യാനത്തിന് ആധാരമായി വായിക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഇന്ന് രാവിലെ വളരെ സ്നേഹത്തോടുകൂടെ കർത്തൃനാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു കർത്തൃദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു എന്നുള്ളതോർത്ത് വലിയവനായ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്കായി അനുവദിച്ചു നൽകിയിരിക്കുന്ന ഈ ആരാധനയുടെ നിമിഷങ്ങൾക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വളരെ സന്തോഷത്തോടുകൂടെ കർത്താവിനോടുള്ളതായ തികഞ്ഞ സ്നേഹത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇന്ന് പകലിൽ കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അതിന് നാം കേൾക്കുന്നതായ ഈ ധ്യാനചിന്ത സഹായകരമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വായിച്ച് കേൾപ്പിച്ചതായ വേദഭാഗം വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. നിരവധി പ്രാവശ്യം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതായ ഒരു വേദഭാഗമാണല്ലോ. ഈ പ്രസ്തുത വാക്യത്തിൻ്റെ പശ്ചാത്തലം ഒരു ആരാധനയോടുള്ള ബന്ധത്തിലല്ല എന്ന് വരികിലും വളരെ ശ്രദ്ധയോടുകൂടെ ഈ അനുഗ്രഹീത ലേഖനത്തിൻ്റെ പ്രാരംഭ അധ്യായങ്ങൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും എത്ര ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് വളരെ ഘനകരമായ ഉപദേശ സംബന്ധമായ ചില വിഷയങ്ങൾ ദൈവാത്മാവിനാൽ നിവേശിക്കപ്പെട്ടവനായി ദൈവജനത്തിന്, വിശേഷാൽ റോമിലുള്ളതായ ദൈവസഭയ്ക്ക്, ദൈവജനത്തിന് എഴുതി അറിയിക്കുകയാണ്. താൻ എഴുതുന്നതായ ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നതായ വിഷയങ്ങൾ അതിശക്തവും ആഴമേറിയതും ഗഹനമായതുമാണ്. എന്നാൽ ഈ പ്രാരംഭ അധ്യായത്തിൽ വിശ്വാസത്താലുള്ളതായ നീതീകരണം എന്ന വിഷയത്തിൻ്റെ ആവശ്യകത പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുമ്പോൾ യഹൂദനാകട്ടെ ജാതികളാകട്ടെ എല്ലാ മനുഷ്യരും ഒരുപോലെ ദൈവത്തിൻ്റെ രക്ഷയുടെ പങ്കാളിത്തത്തിലേക്ക് വരണം എന്നുള്ളതായ ശക്തമായ ഉപദേശമാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യഹൂദന് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല. യഹൂദനും ദൈവത്താൽ ഒരുക്കപ്പെട്ടതായ രക്ഷ ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ യഹൂദനും ജാതിക്കും ഒരുപോലെ ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം ഒരുക്കിയ രക്ഷ ആവശ്യമാണ് എന്ന് ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 18 മുതലുള്ളതായ വാക്യങ്ങൾ, 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വാസ്തവത്തിൽ മനുഷ്യൻ്റെ യഥാർത്ഥമായ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. വളരെ പരാജയപ്പെട്ടതായ മനുഷ്യൻ്റെ അവസ്ഥയെയാണ് പ്രസ്തുത വേദഭാഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ എഴുതുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഈ ജനത്തിൻ്റെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്, അനേക പാപങ്ങൾ ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വിശ്വാസത്താലുള്ള നീതീകരണം മനുഷ്യൻ എല്ലാവർക്കും ആവശ്യമാണ് എന്ന് പൗലോസ് സമർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് ആവശ്യമായിരിക്കുന്നത്? അവരുടെ മനുഷ്യൻ്റെ ജീവിതത്തിലെ നിരവധിയായ പരാജയങ്ങളെ വളരെ വ്യക്തമായി പൗലോസ് രേഖപ്പെടുത്തുമ്പോൾ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം
21 വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. മാത്രമല്ല, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നാണ്. അത് കഴിഞ്ഞിങ്ങോട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ എത്ര പരാജിതമാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളതായ മനുഷ്യനെ സംബന്ധിച്ച് പൗലോസ് അവരെ സംബന്ധിക്കുന്ന ആ ഒരു നീണ്ട നിര, ഒരു ലിസ്റ്റ് പൗലോസ് ഇവിടെ നിരത്തിയിട്ട് അതിൻ്റെ ഒടുവിലത്തേക്ക് കടന്നു വരുമ്പോൾ ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യഭാഗത്ത് നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുന്നതാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. പൗലോസ് അവരെക്കുറിച്ച് പറയുകയാണ്, ഇവർ മരണയോഗ്യരാണ്. മരണയോഗ്യർ എന്ന് പറയുമ്പോൾ മരണത്തിന് വിധിക്കപ്പെട്ടവരായ ആളുകൾ, അവരെ മരണത്തിന് വിധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കതിങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും. 18-ാമത്തെ വാക്യം മുതൽ 31, 32 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പാപങ്ങളുടെ ആ ഒരു വലിയ ബഹുത്വം നമ്മൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിന് പരിഹാരം വരാത്ത മനുഷ്യനെ സംബന്ധിച്ച് ഇവൻ മരണയോഗ്യർ എന്നാണ് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിധത്തിലുള്ള ആളുകളെ ഒരു കോടതിയുടെ മുമ്പാകെ നിർത്തിയിട്ട് അവർക്കെതിരെയുള്ളതായ സകല കുറ്റങ്ങളും ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി അവ നിരത്തുകയാണ്. അങ്ങനെ നിരത്തിയിട്ട് ഒടുവിൽ ലഭിക്കുന്നതായ ശിക്ഷയാണ്, അല്ലെങ്കിൽ അവരാരാണെന്ന് പ്രഖ്യാപിക്കുകയാണ്, ഇവർ മരണയോഗ്യർ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് വളരെ സന്തോഷത്തോടുകൂടെ ഒരുങ്ങുന്നതായ ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും ഓർക്കുവാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 1-ാം അധ്യായത്തിൽ വിശദമാക്കുന്നതായ ഈ വിഷയങ്ങളിൽ ഞാനും ഒട്ടും വ്യത്യസ്തനായിരുന്നില്ല. ഒടുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ ഞാനും മരണയോഗ്യനായിരുന്നു എന്നുള്ളതാണ്. മരണയോഗ്യനായിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. മരണയോഗ്യനായിരുന്ന എന്നെ, നമ്മെ ഓരോരുത്തരെയും ആ മരണത്തിൽ നിന്ന് രക്ഷിച്ച്, മരണത്തിൽ നമ്മെ വിടുവിച്ച്, നമ്മൾ വായിക്കുന്നത് പോലെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ മരണയോഗ്യൻ എന്ന് വിധി പ്രസ്താവിക്കപ്പെട്ട് കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞാൻ ന്യായമായതാണ്, ഇത് ഞാൻ അർഹിച്ചതാണ്. എന്നാൽ നമുക്ക് പുതിയ നിയമത്തിൻ്റെ തന്നെ സുവിശേഷ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മരണയോഗ്യനല്ല എന്ന് വിധിച്ചിട്ടും മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടതായ ഒരുവൻ, മരണകരമായ ഒരു കുറ്റവും ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും മരണത്തിന് വിധിക്കപ്പെട്ട ഒരുവനാണ് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത്. നമ്മെ പ്രേരിപ്പിക്കുന്ന വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ മരണയോഗ്യനായിരുന്നു, പക്ഷേ എന്നെ ആ മരണത്തിലേക്ക് എടുത്തുകളയാതെ, ആ മരണത്തിലേക്ക് ഇട്ടുകളയാതെ അവിടെ നിന്ന് എന്നെ രക്ഷിക്കുവാൻ എനിക്ക് വേണ്ടി ഒരുവൻ ആ ഘോരമായ മരണം, നിന്ദ്യമായ മരണം, അപഹസ്യമായ മരണം, പ്രിയപ്പെട്ടവർ, ഏറ്റവും നീചമായ മരണം അവിടെ നിന്ന് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി വരിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്ന് ക്രൂശിൽ ചൊരിഞ്ഞ ചോര എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ നിന്ന് ക്രൂശിൽ രക്തം ചൊരിഞ്ഞുകൊണ്ട് കർത്താവ് നമ്മെ രക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേലുണ്ടായിരുന്ന സകല പാപത്തിൻ്റെയും കടം അവൻ അവിടെ നിന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ നീതിമാന്മാരാക്കി അവിടെ നിന്ന് എനിക്ക് വേണ്ടി മരണം ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാവിലെ നമുക്ക് വളരെ സന്തോഷത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ കർത്താവിന് എല്ലാ സ്തുതിയും സ്തോത്രവും മഹത്വവും നമുക്ക് അർപ്പിച്ച് അവിടുത്തെ പാദങ്ങളിൽ നമുക്ക് വീഴാം. കർത്താവിനെ നമുക്ക് ആരാധിച്ചുകൊണ്ടിരിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിന് ഈ ചിന്തകൾ നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.